നമ്മൾ പറയാൻ പോകുന്നത് യൂണിവേഴ്സലൈസേഷൻ ഓഫ് എലമെൻ്ററി എഡ്യൂക്കേഷൻ ഇഷ്യൂസ് ആൻഡ് ചലഞ്ചസിനെ കുറിച്ചിട്ടാണ്. ഫസ്റ്റ് തന്നെ എന്താണ് യൂണിവേഴ്സലൈസേഷൻ ഓഫ് എലമെൻ്ററി എഡ്യൂക്കേഷൻ? യൂണിവേഴ്സലൈസേഷൻ ഓഫ് എലമെൻ്ററി എഡ്യൂക്കേഷൻ മീൻസ് പ്രൊവൈഡിംഗ് ഫ്രീ ആൻഡ് കമ്പൾസറി എഡ്യൂക്കേഷൻ ടു ആൾ ചിൽഡ്രൻ ഏജ്ഡ് 6 to 14 ഇയേഴ്സ്. 1 മുതൽ 8ാം ക്ലാസ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും ഫ്രീ ആയിട്ടുള്ളതും കമ്പൾസറിയുമായിട്ടുള്ള എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുക എന്നതാണ് UEE പറയുന്നത്. എല്ലാ കുട്ടികളും ഇറസ്പെക്റ്റീവ് ഓഫ് ജെൻഡർ, ഏത് ജെൻഡർ ആയിക്കോട്ടെ, ഏത് കാസ്റ്റ് ആയിക്കോട്ടെ, ഏത് റിലീജിയൻ ആയിക്കോട്ടെ, മസ്റ്റ് ഹാവ് ആക്സസ് ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ എന്നാണ് പറയുന്നത്. ഇൻക്ലൂഡ്സ് ഫ്രീ ടെക്സ്റ്റ് ബുക്ക്. എന്തിലൂടെയൊക്കെ? ഫ്രീ ടെക്സ്റ്റ് ബുക്കിലൂടെ, ട്യൂഷൻ ഫീസ് ഇല്ലാതെ, മിഡ് ഡേ മീൽസ് പ്രൊവൈഡ് ചെയ്തിട്ട്, അതിന് ഫ്രീ ട്രാൻസ്പോർട്ട് ഫെസിലിറ്റീസ്. ഇതിലൂടെയൊക്കെ എൻറോൾ ചെയ്യാൻ വേണ്ടിയിട്ടും, അതായത് എഡ്യൂക്കേഷനിലോട്ട് എൻറോൾ ചെയ്യാൻ വേണ്ടിയിട്ടും റിട്ടൻഷൻ ചെയ്യാൻ വേണ്ടിയിട്ടും കുട്ടികളെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ് UEEയുടെ മെയിനായിട്ടുള്ള എയിം അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് എന്നൊക്കെ പറയുന്നത്. അടുത്താണ് കോൺസ്റ്റിറ്റ്യൂഷണൽ ബാക്ക്ഗ്രൗണ്ട്. ആർട്ടിക്കിൾ 45 ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസി ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബാക്ക്ഗ്രൗണ്ടാണ് UEEയുടെ. ദ സ്റ്റേറ്റ് ഷാൾ എൻഡോവർ ടു പ്രൊവൈഡ് ഫ്രീ ആൻഡ് കമ്പൾസറി എഡ്യൂക്കേഷൻ ഫോർ ഓൾ ചിൽഡ്രൻ അപ് ടു 14 ഇയേഴ്സ് വിതിൻ 10 ഇയേഴ്സ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷണൽ കമൻസ്മെൻറ്റ് എന്നാണ് പറയുന്നത്. പിന്നെ ആർട്ടിക്കിൾ 21A ഇൻസേർട്ടഡ് ബൈ ദ 86th അമെൻമെൻറ്റ് ഓഫ് 2002 ഡിക്ലെയർസ് ദാറ്റ് ദ സ്റ്റേറ്റ് ഷാൾ പ്രൊവൈഡ് ഫ്രീ ആൻഡ് കമ്പൾസറി എഡ്യൂക്കേഷൻ ടു ഓൾ ചിൽഡ്രൻ ഏജ്ഡ് 6 to 14 ഇയേഴ്സ്. അതിലാണ് ഏറ്റവും മെയിനായിട്ടുള്ള അമെൻമെൻറ്റ് എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 21A എന്ന് പറയുന്നതാണ്. പിന്നെ ആർട്ടിക്കിൾ 51A ക്ലോസ് K എന്ന് പറയുന്നത് മേക്സ് ദ ഡ്യൂട്ടി ഓഫ് പാരൻസ് ഓർ ഗാർഡിയൻസ് ടു പ്രൊവൈഡ് എഡ്യൂക്കേഷൻ ടു ദെയർ ചിൽഡ്രൻ ഇൻ ദ സെയിം ഏജ് ഗ്രൂപ്പ്. അതായത് ഈ ഒരു 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെ ഉള്ളത്. ഈ ആർട്ടിക്കിൾ എന്ന് പറയുന്നത് പാരൻസിനോ അല്ലെങ്കിൽ ഗാർഡിയൻസിനോ ഉള്ളതാണ്. 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള അവരുടെ കുട്ടികളെ മസ്റ്റായിട്ടും ഇതാക്കണം, എഡ്യൂക്കേഷൻ കൊടുക്കാൻ, അതായത് എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവരേണ്ടതാണ്. പിന്നെ അടുത്ത അമെൻഡഡ് ആർട്ടിക്കിൾ 45 ദ സ്റ്റേറ്റ് ഷാൾ എൻഡോവർ ടു പ്രൊവൈഡ് ഏർലി ചൈൽഡ്ഹുഡ് കെയർ ആൻഡ് എഡ്യൂക്കേഷൻ, അതായത് ECCE ഫോർ ഓൾ ചിൽഡ്രൻ അപ് ടു 6 ഇയേഴ്സ് ഓഫ് ഏജ്. അടുത്തതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട്. നമ്മൾക്ക് എല്ലാവർക്കും അറിയാം റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് എന്താണ്. റൈറ്റ് ഓഫ് ചിൽഡ്രൻ ഫ്രീ ആൻഡ് കമ്പൾസറി എഡ്യൂക്കേഷൻ ആക്ട് വാസ് എനാക്റ്റഡ് മേക്കിംഗ് എഡ്യൂക്കേഷൻ ഫോർ ചിൽഡ്രൻ ഏജ്ഡ് 6 to 14 ഇയേഴ്സ് എ ലീഗൽ സെറ്റിൽമെൻറ്റ്. ഇനി അടുത്ത് പറയുന്നത് UEEയുടെ സ്റ്റേജസ് ആണ്. മെയിനായിട്ടും 3 സ്റ്റേജസ് ആണ് ഉള്ളത് UEEയുടെ. അതിലാദ്യത്തെയാണ് യൂണിവേഴ്സലൈസേഷൻ ഓഫ് എൻറോൾമെൻറ്റ്, യൂണിവേഴ്സലൈസേഷൻ ഓഫ് പ്രൊവിഷൻ, യൂണിവേഴ്സലൈസേഷൻ ഓഫ് റിട്ടൻഷൻ എന്ന് പറയുന്നത്. യൂണിവേഴ്സലൈസേഷൻ ഓഫ് എൻറോൾമെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ചിൽഡ്രനും 6 മുതൽ 14 വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികളും മസ്റ്റായിട്ടും എൻറോൾ ചെയ്തിരിക്കണം. എന്തിനു വേണ്ടിയിട്ട്? ഫോർ ദ കമ്പൾസറി എഡ്യൂക്കേഷൻ. അതായത് കമ്പൾസറി ആയിട്ടുള്ള എലമെൻ്ററി എഡ്യൂക്കേഷനിൽ എൻറോൾ ചെയ്തിരിക്കണം. അണ്ടർ ലെജിസ്ലേഷൻ പാരൻസ് ക്യാൻ ബി ഫൈൻസ് സെൻഡ് ദെയർ ചിൽഡ്രൻ ടു സ്കൂൾസ്. അതായത് പാരൻസ് നിർബന്ധമായിട്ടും അവരുടെ കുട്ടികളെ അവിടെ എലമെൻ്ററി എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവരേണ്ടതാണ്. അതാണ് യൂണിവേഴ്സലൈസേഷൻ ഓഫ് എൻറോൾമെൻറ്റ്, കുട്ടികൾ പഠിക്കാനായിട്ട് ചേരാം. പിന്നെ അടുത്ത് പറയുന്നതാണ് യൂണിവേഴ്സലൈസേഷൻ ഓഫ് പ്രൊവിഷൻ. പ്രൊവിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, കുട്ടികൾക്ക് ആ ഒരു എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ കുറേ സർവീസസ് പ്രൊവൈഡ് ചെയ്യുക. ഇറ്റ് മീൻസ് ദ സ്കൂൾ ഫെസിലിറ്റീസ്, അതായത് സ്കൂളിലെ ഫെസിലിറ്റീസ് 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള എലമെൻ്ററി എഡ്യൂക്കേഷന് വേണ്ടതായ എല്ലാ ഫെസിലിറ്റീസും സ്കൂൾസ് പ്രൊവൈഡ് ചെയ്യുക. പിന്നെ അടുത്താണ് ലാസ്റ്റത്തെ യൂണിവേഴ്സലൈസേഷൻ ഓഫ് റിട്ടൻഷൻ. അതായത് ഒരിക്കൽ ആ കുട്ടി എൻറോൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ 8ാം ക്ലാസ് പൂർത്തിയാക്കിയിട്ടാണ് ആ കുട്ടി ആ സ്കൂളിൽ നിന്ന് ഇറങ്ങാൻ പാടുള്ളൂ. വൺസ് എ ചൈൽഡ് ജോയിൻസ് ആൻ എലമെൻ്ററി സ്കൂൾ ദേ ഷുഡ് റിമെയിൻ ദർ ടിൽ കംപ്ലീറ്റ്സ് ഓൾ 8 classes, that is 1 to 8. If the child does not complete this, the idea of universalization stands defected. അങ്ങനെ ഒരു കുട്ടി 8ാം ക്ലാസ് പൂർത്തിയാക്കിയിട്ടില്ലെങ്കിൽ UEE അവിടെ ഫോളോ ചെയ്യുകയാണ് ചെയ്യുന്നത്. പിന്നെ അടുത്തതാണ് നമ്മുടെ ടോപ്പിക്കിൻ്റെ മെയിൻ ആയിട്ടുള്ള ഏരിയ എന്ന് പറയുന്നത് ഇഷ്യൂസ് ആൻഡ് ചലഞ്ചസ് ഇൻ UEE. ഇതിനെ മെയിനായിട്ട് 3 തിരിച്ചിട്ടുണ്ട്. സോഷ്യൽ പ്രോബ്ലം, ഇക്കണോമിക് പ്രോബ്ലം ആൻഡ് പൊളിറ്റിക്കൽ പ്രോബ്ലം എന്നിങ്ങനെ. അതിൽ ഫസ്റ്റത്തെയാണ് സോഷ്യൽ പ്രോബ്ലം എന്ന് പറയുന്നതാണ്. ലോ
എൻറോൾമെൻറ്റ് എമംഗ് മാർജിനലൈസ്ഡ് ഗ്രൂപ്പ്സ്. മാർജിനലൈസ്ഡ് ഗ്രൂപ്പ്സിൻ്റെ ഇടയിൽ നിന്ന് എന്ത് ചെയ്യുക, ആൾക്കാർ കുട്ടികൾ എൻറോൾ ചെയ്യുന്നത് കുറവായിരിക്കുന്നതാണ്. ഗേൾസ് SC and ST സ്റ്റിൽ ഫേസ് ഡിസ്ക്രിമിനേഷൻ ഇൻ ആക്സസിങ് സ്കൂൾസ്. അവർക്ക് ഇപ്പോഴും സ്കൂൾസ് ആക്സസ് ചെയ്യാൻ ഡിസ്ക്രിമിനേഷൻ ഫേസ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. സോഷ്യൽ കസ്റ്റംസ് ആൻഡ് ജെൻഡർ ബയസ് ഡിസ്കറേജ് റെഗുലർ അറ്റൻഡൻസ്. പാരൻ്റൽ ഇല്ലിറ്ററസിയാണ് അടുത്തതെന്ന് പറയുന്നത്. ഇല്ലിറ്ററേറ്റ് പാരൻറ്റ് ഫെയർ ടു റിയലൈസ് ദ വാല്യൂ ഓഫ് എഡ്യൂക്കേഷൻ. അതായത് ഈ പാരൻസിൻ്റെ ഇടയിൽ ചില ആൾക്കാർ ഇപ്പോഴും ഇല്ലിറ്ററേറ്റ് ആയിട്ടുണ്ട്. അവർക്കൊക്കെ ഈ എഡ്യൂക്കേഷൻ്റെ വാല്യൂ റിയലൈസ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ദേ കനോട്ട് ഹെൽപ്പ് ചിൽഡ്രൻ വിത്ത് ദ സ്റ്റഡീസ് ഓർ സ്കൂൾ ആക്ടിവിറ്റീസ്. അവർക്ക് കുട്ടികളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നില്ല. അതാണ് അടുത്ത പോയിന്റ് എന്ന് പറയുന്നത്. ചൈൽഡ് ലേബർ ആൻഡ് ഏർലി മാരേജ്. ഇപ്പോൾ ഇല്ലെങ്കിലും മുന്നേ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. പുവർ ഫാമിലീസ് ഡിപ്പെൻഡ് ഓൺ ചിൽഡ്രൻ ഫോർ ഇൻകം. ചില ഫാമിലീസിലെ ആൾക്കാർ ഇപ്പോഴും കുട്ടികളെ, അതായത് അവർക്ക് വല്ല വയ്യായിക ഉണ്ടായിരിക്കാം, അവരിപ്പോഴും കുട്ടികളെയാണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ഏർലി മാരേജ് എസ്പെഷ്യലി എമംഗ് ഗേൾസ് എൻഡ്സ് എഡ്യൂക്കേഷൻ ഏർലി. അതായത് നേരത്തെ ശൈശവവിവാഹം എന്നൊക്കെ പറയുന്ന പോലെ അത് നേരത്തെ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ എഡ്യൂക്കേഷൻ അതോടെ നിൽക്കുകയാണ് ചെയ്യുന്നത്. അടുത്താണ് കൾച്ചറൽ ആൻഡ് ലിംഗ്വിസ്റ്റിക് ബാരിയേഴ്സ്. അത് മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ ഡിഫർ ഫ്രം ഹോം ലാംഗ്വേജ്. അതായത് കൾച്ചറലായിട്ടുള്ള കുറേ ബാരിയേഴ്സ് വരും. ട്രഡീഷണൽ ബിലീവ്സ് ഇൻ സം കമ്മ്യൂണിറ്റീസ് അണ്ടർ വാല്യൂ സ്കൂളിംഗ്. അതായത് ചില കമ്മ്യൂണിറ്റീസിലുള്ള ആൾക്കാരുടെ ബിലീവ്സൊക്കെ ഈ സ്കൂൾസിൻ്റെ എഡ്യൂക്കേഷനെ അണ്ടർ വാല്യൂ ചെയ്യുന്നതാണ്. അടുത്തതാണ് ഇക്കണോമിക് പ്രോബ്ലം. ഇക്കണോമിക് പ്രോബ്ലത്തിൽ മെയിനായിട്ട് വരുന്ന ഫസ്റ്റത്തെ പോവർട്ടി. അതായത് ഇപ്പോഴും 35% ആൾക്കാർ പോവർട്ടി ലൈനിൻ്റെ താഴെയാണെന്നാണ് പറയുന്നത്. ഇക്കണോമിക് ഹാർഡ്ഷിപ്പ് ഫോഴ്സസ് ചിൽഡ്രൻ ടു വർക്ക് ഇൻസ്റ്റെഡ് ഓഫ് സ്റ്റഡിയിങ്. അതായത് ഇപ്പോഴും കുട്ടികൾക്ക് അതായത് പഠിത്തത്തിലോട്ട് വരാനായിട്ടുള്ള ഒരു മെയിൻ ഇഷ്യൂ എന്ന് പറയുന്നത് പോവർട്ടിയാണ്. പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ. അതായത് പിന്നെ അടുത്ത മെയിനായിട്ടുള്ളതാണ് പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ. നമുക്കറിയാം നമ്മുടെ രാജ്യത്ത് അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനത്ത് കുറേ ജനസംഖ്യ വർദ്ധിച്ചു വരുന്നത് കാരണം ഹൈ നമ്പർ ഓഫ് സ്കൂൾ ഏജ് ചിൽഡ്രൻ സ്ട്രെയിൻ ഫെസിലിറ്റീസ്. എല്ലാവർക്കും ഫെസിലിറ്റീസ് ഒന്നും കിട്ടിക്കൊള്ളുന്നില്ല. സ്കൂൾസ് ആൻഡ് ടീച്ചേഴ്സ് കനോട്ട് മീറ്റ് ദ ഗ്രോയിങ് ഡിമാൻഡ്. അവരുടെ ഡിമാൻഡ് മീറ്റ് ചെയ്യിക്കാനായിട്ട് പറ്റുന്നില്ല. അടുത്താണ് പുവർ ഇൻഫ്രാസ്ട്രക്ചർ. മെനി സ്കൂൾസ് ലാക്ക് ബേസിക് ഫെസിലിറ്റീസ് ലൈക്ക് ക്ലാസ് റൂംസ് ആൻഡ് ടോയ്ലറ്റ്സ്. പുവർ ഇൻഫ്രാസ്ട്രക്ചർ ഇപ്പോൾ മെയിനായിട്ട് പറയുന്നത് ടോയ്ലറ്റിൻ്റെ കാര്യത്തിലാണ്. അതല്ലാതെ കുറേ ലേണിംഗ് ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങളോ ഒന്നും ഇന്നും ചില സ്കൂളുകളിലും ഇല്ല. പിന്നെ അടുത്താണ് ഫിനാൻഷ്യൽ കൺസ്ട്രെയിൻറ്റ്. അതായത് ഫിനാൻഷ്യൽ കൺസ്ട്രെയിൻറ്റ് ഒരു മെയിൻ പ്രോബ്ലമാണ്. ലിമിറ്റഡ് ഫണ്ട്സ് അലോക്കേറ്റഡ് ടു പ്രൈമറി എഡ്യൂക്കേഷൻ. പ്രൈമറി എഡ്യൂക്കേഷന് ലിമിറ്റഡ് ഫണ്ടേ കൊടുക്കുന്നുള്ളൂ. ഇൻസഫിഷ്യൻറ്റ് റിസോഴ്സ് ഫോർ ടീച്ചിങ് മെറ്റീരിയൽ ആൻഡ് മെയിൻ്റെനൻസ്. അതായത് ടീച്ചിങ് മെറ്റീരിയൽസിനും മെയിൻ്റെനൻസിനും അതിനൊക്കെ റിസോഴ്സസ് ഇന്നെഫിഷ്യൻ്റ് ആണ്. പിന്നെ അടുത്തതാണ് പൊളിറ്റിക്കൽ പ്രോബ്ലംസ്. പൊളിറ്റിക്കൽ പ്രോബ്ലംസിൽ പറയുന്നത് ലോ പ്രയോറിറ്റി ടു എലമെൻ്ററി എഡ്യൂക്കേഷൻ. എല്ലാവരും വലിയ വാല്യൂ കൊടുക്കാതിരിക്കുക. ഗവൺമെൻറ് ഫോക്കസ് റിമെയിൻ ഓൺ ഹയർ എഡ്യൂക്കേഷൻ. ഗവൺമെൻറ് ഇപ്പോഴും ഹയർ എഡ്യൂക്കേഷൻസ്, അതായത് ആഫ്റ്റർ +2 അല്ലെങ്കിൽ 10 +1 +2 അങ്ങനെയുള്ള ഒരു മേഖലയിലേക്ക് മാത്രമേ ഗവൺമെൻറ് ആയാലും ഫോക്കസ് ചെയ്യുന്നുള്ളൂ. എലമെൻ്ററി എഡ്യൂക്കേഷൻ റിസീവ്സ് ലെസ് ഫണ്ടിങ് ഇൻ പ്ലാനിങ്. എലമെൻ്ററി എഡ്യൂക്കേഷനിൽ ഫണ്ടിങ്ങും പ്ലാനിങ്ങും ഒക്കെ ഇപ്പോഴും കുറവാണ്. ഇൻഎഫക്റ്റീവ് ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് സ്കീംസ്. അതായത് സ്കീംസൊക്കെ ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത് കാര്യപ്പെട്ടാൽ എഫക്റ്റീവ് ആവാത്ത അവസ്ഥ വരുന്നുണ്ട്. വീക്ക് സൂപ്പർവിഷൻ ആൻഡ് കറപ്ഷൻ റിഡ്യൂസ് ഇമ്പാക്റ്റ് ഓഫ് UEE പ്രോഗ്രാംസ്. അതായത് സൂപ്പർവിഷൻ്റെ ഒരു കുറവ് നല്ല UEEയിൽ അറിയുന്നുണ്ട്. ഫ്രീക്വൻറ്റ് പോളിസി ചേഞ്ചസ് ക്രിയേറ്റ് ഡിസ്കണ്ടിന്യൂറ്റി ഇൻ പ്രോഗ്രസ്. അതായത് ഈ പോളിസിയിൽ ഇടയ്ക്കിടയ്ക്ക് വരുന്ന മാറ്റങ്ങളൊക്കെ ഇതിനെ നന്നായിട്ട് എഫക്റ്റ് ചെയ്യുന്നുണ്ട്. അടുത്താണ് റീജിയണൽ ഡിസ്പാരിറ്റീസ്. നോർത്തേൺ ആൻഡ് റൂറൽ സ്റ്റേറ്റ്സ് ലാഗ് ബിഹൈൻഡ് സൗത്തേൺ ആൻഡ് അർബൺ ഏരിയാസ്. അതായത് റീജിയണിൽ വരുന്ന ഡിസ്പാരിറ്റീസ് നന്നായി എഫക്റ്റ് ചെയ്യുന്നുണ്ട്. അൺഈക്വൽ ഡെവലപ്മെൻറ്റ് ലീഡ്സ് ടു ഇംബാലൻസ്ഡ് എഡ്യൂക്കേഷണൽ ആക്സസ്. അതായത് ഡെവലപ്മെൻറ്റ്
മെയിനായിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് അൺഈക്വലാണ് ഡെവലപ്മെൻറ്റ് വരുന്നത്. എല്ലായിടത്തും ഒരേപോലെ ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുകയല്ല. ചില സംസ്ഥാനങ്ങൾ അല്ലെങ്കിൽ ചില സ്ഥലങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ഡെവലപ്ഡ് ആവുന്നുണ്ട്. ചില സ്ഥലങ്ങൾ ഇപ്പോഴും ഡെവലപ്പ് ആവാത്തതുണ്ട്. ലാക്ക് ഓഫ് പൊളിറ്റിക്കൽ വിൽ, അതൊരു മെയിൻ റീസൺ ആണ്. എഡ്യൂക്കേഷൻ ഫോർ ആൾ ഓഫൺ റിമെയിൻ എ സ്ലോഗൻ വിത്തൗട്ട് സ്ട്രോങ് എൻഫോഴ്സ്മെൻറ്റ്. ഇപ്പോഴും എഡ്യൂക്കേഷൻ ഫോർ ആൾ എന്ന് പറയുന്നത് ഒരു സ്ലോഗനായിട്ട് ഫോം ചെയ്ത് നിൽക്കുക മാത്രമാണ്, ആൾക്കാർക്ക് എല്ലാവർക്കും കിട്ടാത്ത അവസ്ഥയുണ്ട്. പൊളിറ്റിക്കൽ ഇൻസ്റ്റെബിലിറ്റി ഡിലൈസ് ലോങ് ടേം എഡ്യൂക്കേഷണൽ റിഫോംസ്. അതായത് പൊളിറ്റിക്സിലൊരു ഇൻസ്റ്റെബിലിറ്റി ഇല്ല, അവർക്ക് കാര്യമായിട്ടുള്ള ഇതൊന്നും ചെയ്യാനായിട്ട് പറ്റുന്നില്ല. അതും ലോങ് ടേം എഡ്യൂക്കേഷണൽ റിഫോംസിനെ ഡിലേ ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇതാണ് മെയിനായിട്ടുള്ള 3 ചലഞ്ചസ് ഫേസ് ചെയ്യുന്നത്, ഇക്കണോമിക്, പൊളിറ്റിക്കൽ, സോഷ്യൽ പ്രോബ്ലംസ്. പിന്നെ സജഷൻസ് ആണ് പറയുന്നത്. ഇൻട്രൊഡ്യൂസിങ് പ്രോഗ്രാം ഓഫ് എഡ്യൂക്കേഷൻ ഫോർ ആൾ, അതായത് എല്ലാവർക്കും, അതായത് ഈ റൂറൽ ഏരിയാസ് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടെങ്കിലും റൂറൽ ഏരിയാസിലും അർബൻ ഏരിയാസിലും സ്ലം ഏരിയാസിലൊക്കെ കുറച്ചും കൂടെ എഡ്യൂക്കേഷണൽ പ്രോഗ്രാംസ് പ്രൊവൈഡ് ചെയ്യുക. ഈ ഗേൾസിനെ കൂടുതൽ ഡ്രോപ്പ് ഔട്ട് ചെയ്യുന്ന അവസ്ഥ വരുന്നുണ്ട്, അവരെ കൂടുതലും പഠിത്തത്തിലേക്ക് മുന്നോട്ട് കൊണ്ടുവരാൻ ശ്രമിക്കാം. എഡ്യൂക്കേറ്റിംഗ് പാരൻസിനെ എഡ്യൂക്കേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അവരെ അവെയർഡ് ആക്കുക, ഈ വാല്യൂ ഓഫ് എഡ്യൂക്കേഷൻ എന്താണെന്ന് പറഞ്ഞു കൊടുക്കാം. പിന്നെ ഫിനാൻഷ്യൽ ഇൻസെൻറ്റീവ്സ് കൊടുക്കുക, അതായത് ഇപ്പോഴും പൈസ ഇല്ലാത്ത കാരണം കൊണ്ടായിരിക്കാം പഠിക്കാൻ വിടാത്തത്, അപ്പോൾ ഫിനാൻഷ്യൽ ഇൻസെൻറ്റീവ്സ് പ്രൊവൈഡ് ചെയ്യാം. പാർട്ടിസിപ്പേഷൻ ഓഫ് പാരൻസ്, അതായത് പാരൻസിനെ എഡ്യൂക്കേഷണൽ പ്രോഗ്രാംസിൽ കൂടുതലായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യിക്കുക, അവർക്ക് അപ്പോൾ കൂടുതൽ ഇൻട്രസ്റ്റൊക്കെ കൊണ്ടുവരും. ഇമ്പ്രൂവ്മെൻറ്റ് ഓഫ് എലമെൻ്ററി ടീച്ചേഴ്സ്, അതായത് എലമെൻ്ററി ലെവലിലുള്ള ടീച്ചേഴ്സിനെ കൂടുതലും ഇമ്പ്രൂവ് ചെയ്യിക്കുക, അവരുടെ ക്വാളിറ്റി ഇൻക്രീസ് ചെയ്യിക്കുക എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ സജഷൻസാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ഇനി അടുത്ത് കൺക്ലൂഡ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, യൂണിവേഴ്സലൈസേഷൻ ഓഫ് എലമെൻ്ററി എഡ്യൂക്കേഷൻ ഈസ് എൻ എസെൻഷ്യൽ ഫോർ അച്ചീവിങ് സോഷ്യൽ ജസ്റ്റിസ്, ഇക്കണോമിക് ഗ്രോത്ത് ആൻഡ് നാഷണൽ ഡെവലപ്മെൻറ്റ്. നമുക്കെല്ലാവർക്കും അറിയാം, ഒരു 1 മുതൽ 8 ക്ലാസ് വരെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ബേസാണ്. ആ ബേസ് നേരെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളും അച്ചീവ് ചെയ്യാൻ പറ്റും എന്ന് പറയുന്നത്. ഇപ്പോഴും ഇത്രയും കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ്സും ആക്ട്സും ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ കൂടെ സ്റ്റിൽ ചലഞ്ചസ് ഫേസ് ചെയ്യുന്നുണ്ട്. അതിനൊക്കെ മാറ്റാൻ നമുക്ക് കഴിയട്ടെ എന്നാണ് പറയുന്നത്. True universalization will be achieved only when every child not only enters school but also complete it with quality learning and dignity. അതായത് എല്ലാ കുട്ടികളും സ്കൂളിലോട്ട് വരിക മാത്രമല്ല, അവർ ക്വാളിറ്റിയിൽ ലേണിങ് അച്ചീവ് ചെയ്യുക അല്ലെങ്കിൽ കംപ്ലീറ്റ് ചെയ്യുക. അവർ അവിടെ വരണതിൽ വഴിപാട് ഒരുക്കി പോകുന്നതല്ലാതെ കറക്റ്റായിട്ട് അവരവരുടെ കാര്യങ്ങൾ, പഠിത്തം, ക്വാളിറ്റി ലേണിങ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടും അത് ഡിഗ്നിറ്റിയിൽ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടും കഴിയണമെന്നാണ് പറയുന്നത്. പിന്നെ അടുത്തത് നമ്മൾ MCQയിലോട്ട് പോവുകയാണ്. യൂണിവേഴ്സലൈസേഷൻ ഓഫ് എലമെൻ്ററി എഡ്യൂക്കേഷൻ എയിംസ് ടു പ്രൊവൈഡ് a free and compulsory education to all children aged 3 to 10 years, free and compulsory education to all children aged 6 to 14 years, paid education to rural children only, free education to secondary level only. ആൻസർ എന്ന് പറയുന്നത് B ആണ്. രണ്ടാമത്തെ, വിച്ച് ആർട്ടിക്കിൾ ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ മേക്സ് എഡ്യൂക്കേഷൻ എ ഫണ്ടമെൻ്റൽ റൈറ്റ്? Article 45, Article 21A, Article 51A Clause K, Article 370. Answer B. 3. The Right to Education Act was enacted in which year? 1986, 1992, 2002, 2009. Answer D. Which of the following is not a supportive measure under UEE? Free textbook, midday meals, free transport facilities, examination fee. ആൻസർ ഡി ആണ്. എക്സാമിനേഷൻ ഫീ സപ്പോർട്ടീവ് മെഷർ അല്ല. The NPE 1986 and POA 1992 aimed to achieve UEE through a universalization of enrollment, retention and provision, free higher education for all, technical education in schools, promotion of private schooling. Answer A. Universalization of enrollment, retention and provision.
Sixth question, assertion reasoning ആണ്. Poverty forces children to work instead of studying. Reason, around 35% of Indian live below the poverty line. Both A and R true, and R is the correct explanation of A. Both A and R are true, but R is not the correct explanation of A. A is true but R is false. A is false but R is true. Answer A. Which article make the duty of parents or guardians to provide education to their children? Article 21A, Article 45, Article 51A clause K, Article 370. Answer C. വീണ്ടും ഒരു അസേർഷൻ റീസണിങ് ആണ്. റീജിയണൽ ഡിസ്പാരിറ്റീസ് അഫക്റ്റ് ദ അച്ചീവ്മെൻറ്റ് ഓഫ് UEE ഇൻ ഇന്ത്യ. നോർത്തേൺ ആൻഡ് റൂറൽ സ്റ്റേറ്റ്സ് ലാഗ് ബിഹൈൻഡ് സദേൺ ആൻഡ് അർബൻ ഏരിയാസ് ഇൻ ഡെവലപ്മെൻറ്റ്. ബോത്ത് A and R are true, and R is the correct explanation of A. Both A and R are true, but R is not the correct explanation of A. A is true but R is false. Both A and R is false. Answer A. According to the amended Article 45, the state shall endeavour to provide education for all aged 6 to 14 years, early childhood care and education for all children up to 6 years, secondary education for all children, scholarships for girls students only. Answer B. Which of the following is not a problem faced in achieving UEE? Parental illiteracy, child labor and early marriage, higher teacher salary and motivation, poor infrastructure and lack of funds. Answer C. Higher teacher salary and motivation. Thank you.